ഹായ്, പിന്നിൽ കുറേ താറാൻകൂട്ടം അല്ലേ. ഒരു പുഴയുണ്ട്, ചെറിയൊരു വെള്ളക്കെട്ട് ഇങ്ങനെ പോകുന്നു. നല്ല അന്തരീക്ഷമാണ്. നല്ല മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിന് കുളിർമ നൽകാനും അവരുടെ മനസ്സിൽ കുറച്ച് സന്തോഷം കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന, അവരുടെ പോസിറ്റീവ് എനർജീസ്, പോസിറ്റീവ് വൈബ്സ്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണലി അവർക്കുള്ള ശോകങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ എടുത്തു കളയാനും ഒക്കെ പറ്റുന്ന അടിപൊളിയൊരു സയൻറ്റിഫിക് ടൂളാണ് ഹിപ്നോട്ടിസം. ഇന്ന് നമുക്കറിയാം ഹിപ്നോട്ടിസം ഏതെല്ലാം മേഖലകളിലാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന്. ആ ഹിപ്നോസിസിൻ്റെ ഏറ്റവും എക്സ്ട്രീം വെർഷനായ സ്റ്റേജ് ഹിപ്നോസിസ്, ഹാലൂസിനേഷൻ പോലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കാണുന്നുണ്ടാവും. പല ആളുകളും ഇമോഷനെ വിറ്റ് കച്ചവടം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. പല ആളുകളുടെയും മരിച്ച ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസുകൾ ചെയ്തുകൊണ്ട് അവരുടെ ഇമോഷൻസിനെ, അവരുടെ കണ്ണീരിനെയും ഒക്കെ വിറ്റ് കാശാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതുകൂടാതെ പല കാര്യങ്ങളും ഈ ഇത്തരത്തിൽ കയ്യിൽ തീ വെച്ച് കത്തിക്കുക, പിന്നു കുത്തിയിറക്കുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടൂളാക്കി, ഒരു മെഡിക്കൽ ടൂളായ ഹിപ്നോസിസിനെ മാറ്റിയിരിക്കുന്നത്, ഒരു പെർഫോമൻസ് ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പം നമ്മളും നമ്മുടെ ഹിപ്നോസിസ് ക്ലാസ്സുകൾ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഏകദേശം 120 ദിവസത്തോളം നമ്മൾ ക്ലാസ്സുകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ഫുള്ളി റെക്കോർഡഡ് ആയിട്ട്, ലൈവിൽ നിന്നും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് ഹിപ്നോട്ടിസത്തിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്ട്രീം ലെവൽ വരെ ഈ പറഞ്ഞ ഹാലൂസിനേഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ എഫക്റ്റുകളും നമ്മളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമേ തന്നെ ഞാനൊരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു എഫക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരിക്കലും അവരുടെ ഒരു ഇമോഷണൽ ട്രോമയെ ട്രിഗർ ചെയ്ത് അവർക്ക് അവരുടെ മറന്നുപോയ ഒരു ഭൂതകാലത്തിലെ കുറേ വേദനകളെ വീണ്ടും കുത്തിപ്പൊക്കി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൂളിനെ ഉപയോഗിക്കരുത്. പകരം വളരെ നല്ല പോസിറ്റീവായിട്ട്, വളരെ നല്ല എൻ്റർടൈൻമെൻറ്റായിട്ട്, അതുപോലെ വളരെ നല്ല വൈബായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടൂളിനെ ഉപയോഗിക്കുക. പല ആളുകൾക്കും എപ്പോഴും മരണപ്പെട്ടു പോയ ആളുകൾ, വേർപെട്ടു പോയ ആളുകളൊക്കെ അവരുടെ ഒരു വേദനയുടെ പാർട്ടാണ്. അപ്പോൾ അവരെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ, അതൊക്കെ എന്നോടും പറയാറുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പലതിലും കവർ ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ നമ്മൾ ഹിപ്നോസിസ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഞാൻ പറയുന്ന അത്തരം ആക്ടിവിറ്റീസിൽ നിന്നും പരമാവധി ഒഴിവാകുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. പക്ഷേ കാലം ആവശ്യപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡീപ്പനിങ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹിപ്നോസിസിൻ്റെ നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ലെവൽ ഓഫ് കോഴ്സസാണ് നമുക്കുള്ളത്: ബേസിക്, അഡ്വാൻസ്, എക്സ്ട്രീം. ഇതിൻ്റെ അകത്ത് ഇത് 3ഉം നിങ്ങൾക്ക് ചേർത്തുകൊണ്ട് ഒരു കോംബോ ഓഫറായിട്ട് ഈ ഒരു പ്രൈസിൽ വാങ്ങാം. അതുകൂടാതെ ബേസിക്കിന് ഒരു പ്രത്യേക പ്രൈസിലും, അഡ്വാൻസിന് ഒരു പ്രത്യേക പ്രൈസിലും, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രീം ലെവലും ഒരു പ്രൈസിലായിട്ട്, ഇങ്ങനെ 3നും 3 സെപ്പറേറ്റഡ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് 3 ലെവലുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് കോഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബേസിക് പഠിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കിലാണ് നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഡീപ്പായിട്ടും കവർ ചെയ്യുന്നത്. അതുപോലെ അഡ്വാൻസിൽ നമ്മൾ ഉറക്കത്തിൻ്റെ തലങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ടാണ്, ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കാത്ത ഒരാൾ എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ ഒരു വ്യക്തിയെ ഡീപ്പനിങ് സാങ്കേതിക വിദ്യയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡീപ്പനിങ് ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാമെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനുകൾ തന്നിട്ടുണ്ടെങ്കിലും ബേസിക്, അഡ്വാൻസ്, എക്സ്ട്രീം ഈ ഒരു സെയിം ഫോർമാറ്റിൽ പോവുക. അതിന് ഏറ്റവും ബെറ്റർ നിങ്ങൾ ഈ ഒരു പ്രൈസിലെ കോംബോ ഓഫർ എടുക്കുന്നതായിരിക്കും. ഇനി മെൻ്റലിസവും ഹിപ്നോട്ടിസവും ചേർത്തിട്ട് ഒരു കോംബോയും കൂടി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഹിപ്നോസിസിൻ്റെ ക്ലാസ്സിൽ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാം. അപ്പോൾ ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.